വടകര പുതിയ ബസ് സ്റ്റാൻഡിലെ ശൗചാലയത്തിൽ നിന്ന് പുറത്തുവിട്ട മാലിന്യ പ്രശ്നം നഗരസഭ കൗൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിപക്ഷ കൗൺസിലർമാർ ചീഫ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചെയർമാൻ പി കെ ശശി ആരോപിച്ചു. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് കൗൺസിൽ യോഗം ആരംഭിച്ചത്. കൗൺസിൽ യോഗം ആരംഭിച്ച ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവും മറ്റു കൗൺസിലർമാരും പുതിയ ബസ് സ്റ്റാൻഡിലെ കക്കൂസ് മാലിന്യത്തെക്കുറിച്ച് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രതിപക്ഷ കൗൺസിലർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യോഗത്തിൽ വ്യക്തമായ തീരുമാനമെടുത്തതായി ചെയർമാൻ പി കെ ശശി പറഞ്ഞു. ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഇതിന് പ്രതിപക്ഷ കൗൺസിലർമാർ ഏകകണ്ഠേന പിന്തുണ ഉറപ്പു നൽകിയതായും ചെയർമാൻ പറഞ്ഞു. കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷമുണ്ടാക്കിയ ബഹളം ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമമാണെന്നും ചീഫ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇത്തരം നടപടികളെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. പൊതുവിൽ എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്ത് ചർച്ച ചെയ്ത് നമ്മൾ വെച്ച റിപ്പോർട്ടിൻ്റെ മുകളിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അംഗീകരിച്ചു. നമ്മൾ ഇതുവരെ എടുത്ത നിലപാടിനോട് പൂർണ്ണമായിട്ട് യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നമ്മളും വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ മുമ്പോട്ട് പോകണം എന്നുള്ള ഉറച്ച തീരുമാനത്തിൻ്റെ മുകളിലുള്ളത്. അതിൽ ഞങ്ങളുടെ നിലപാട് ഭരണപക്ഷത്തിൻ്റെ നിലപാടാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ടും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് ചോദിക്കുന്നതിൽ എന്താ അർത്ഥം? ഞാൻ പറയട്ടെ, അങ്ങനെ പൈസ മാഷെ പറയണ്ട. അങ്ങനെ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു ഇനി ഇന്നതാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത് ചർച്ച ചെയ്യുന്ന സമയത്ത് അവിടുത്തെ അനധികൃതമായിട്ട് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള 3 കക്കൂസ് അവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഏറ്റവും നല്ല കാര്യം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു ധാരണയിൽ പോയില്ലെങ്കിൽ ഇന്നലെ അവിടെ 3 കക്കൂസ് പൊളിക്കുമായിരുന്നു. ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ് അനധികൃതമായിട്ട് ഈ കക്കൂസ് മാലിന്യം ഈ നാഷണൽ ഹൈവേയുടെ പണിയുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന സമയത്താണ് ഈ കക്കൂസ് മാലിന്യം അവിടേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത്. ആ സമയത്ത് തന്നെ പ്രതിപക്ഷത്തിലുള്ള കൗൺസിലർമാരും ഭരണപക്ഷത്തിലുള്ള ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ അവിടെ സന്ദർശിച്ച് അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് സ്വീകരിച്ചു. അവിടെ പൊളിച്ചു മാറ്റി പരിശോധിച്ചു.